സോറി, ഞാൻ ഇച്ചിരി ഇമോഷണലായി പോയി, ക്ഷമിക്കണം. கண்ணுக்குள்ள 6000 லென்ஸ் வச்சிருக்க தம்பி. Something to hear. ആതുര സേവനത്തോടൊപ്പം സിനിമയെയും നെഞ്ചോട് ചേർത്ത മലയോരത്തിന്റെ സ്വന്തം ഡോക്ടർ അമർ രാമചന്ദ്രൻ, ശരണ്യ എന്നിവർ നിർമ്മിച്ച 3D ഫിലിം ലൗലി ഏപ്രിൽ 4 തിയേറ്ററുകളിലെത്തുമെന്ന് നടനും നിർമ്മാതാവുമായ ഡോക്ടർ അമർ രാമചന്ദ്രൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അമർ. എൻ്റെ ഒരു മൂവി ഇപ്പോൾ റിലീസാകാൻ പോവാണ്, ലൗലി. അത് മാത്യു തോമസും ഒരു ഈച്ചയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ളൊരു ഫിലിമാണത്. ഈച്ച ക്യാരക്ടർ ഒരു ആനിമേറ്റഡ് വേർഷനാണ്. എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഈ ഈച്ച നമ്മൾ പണ്ടിറങ്ങിയ രാജമൗലിയുടെ ഈച്ചയുടെ 2ാം ഭാഗമാണോ എന്നുള്ളതാണ്. രാജമൗലിയുടെ ഈച്ചയും ഈ ഈച്ചയും രണ്ടും വേറെ വേറെ ഈച്ചകളാണ്. പിന്നെ എല്ലാ ഈച്ചകളെയും കാണാൻ ഒരേപോലെ ഇരിക്കുമല്ലോ, അപ്പോൾ പിന്നെ വേർതിരിച്ച് കാണാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടാം, നമ്മൾ വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടാം. കുറച്ച് കോമഡി ഉണ്ട്. വേറെ ഇടി കുത്ത് ചവിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫാമിലിയായിട്ട് പോയിരുന്ന് ഒരു വെക്കേഷനിൽ കാണാൻ പറ്റിയൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മളെല്ലാവരും ഒരു പടം ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെ എല്ലാ ഭാഷകളിലും ഏകദേശം ഒരേ സമയത്ത് തന്നെ റിലീസ് ചെയ്യുന്ന മൂവിയാണ്. എല്ലാവരും കഴിയുന്നതും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം ഇതൊരു 3D മൂവി കൂടി ആയതുകൊണ്ട് നമുക്ക് ആ തിയേറ്ററിക്കൽ വാച്ച് എപ്പോഴും ഒരു അനുഭവം തന്നെയായിരിക്കും. ഈ മൂവി ലൗലി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദിലീഷാണ്, ദിലീഷ് നായർ. മുൻപ് ദിലീഷിൻ്റെ കുറേ ഹിറ്റ് തിരക്കഥകളുണ്ട്. മായാനദി അങ്ങനെയുള്ള മൂവികൾ ശ്യാം പുഷ്കറിൻ്റെ കൂടെ ദിലീഷും കൂടിയാണ് ചേർന്ന് എഴുതിയത്. ദിലീഷിൻ്റെ മുമ്പ് ചെയ്ത ഡയറക്ഷൻ ടമാർ പടാറായിരുന്നു. ആഷിഖ് അബു ആണ് ക്യാമറ. ശരിക്കും പറഞ്ഞാൽ ആഷിഖ് അബു ഫസ്റ്റ് DOP ആയിട്ട് ചെയ്ത പടം ലൗലിയാണ്. പക്ഷേ ഫസ്റ്റ് തിയേറ്ററിലെത്തിയ പടം റൈഫിൾ ക്ലബ്ബായിരുന്നു. അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് ആഷിഖിൻ്റെ ഫസ്റ്റ് പടമാണെന്നുള്ള ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഇതാണ് ആദ്യം ചെയ്തതെന്നുണ്ടെങ്കിലും റിലീസായത് റൈഫിൾ ക്ലബ്ബായി പോയി. അപ്പോൾ അങ്ങനെ അതേപോലെ മ്യൂസിക് വിഷ്ണു വിജയ്, പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷാണ്. ജ്യോതിഷിൻ്റെയാണ് ഇപ്പം ഇറങ്ങിയ പൊന്മാൻ. ജ്യോതിഷ് ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു പൊന്മാൻ. അങ്ങനെ പിന്നണിയിൽ കുറേ വലിയ വലിയ ആളുകളുണ്ട്. പ്രൊഡ്യൂസറായി ഞാൻ ഉറപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മാത്യുവിൻ്റെ അമ്മാവനായിട്ട് ചെറിയ റോള്. ഇതിൻ്റെ മെയിനായിട്ട് തൊടുപുഴ ഉണ്ടായിരുന്നു, എറണാകുളം ഉണ്ടായിരുന്നു. ഇത് 2 സ്ഥലങ്ങളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പടം ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിട്ടൊക്കെ കുറേ കാലമായി. പക്ഷേ ഇതിനകത്തുള്ള ഈച്ചേനെ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം സമയമെടുത്തു. കാരണം ഏകദേശം എനിക്ക് 40 മിനിറ്റിൻ്റെ മുകളിൽ തന്നെ ഈച്ചയുണ്ട് ഇതിനകത്ത്. പിന്നെ അതിനുശേഷം 3D കൺവേർഷനായി. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ സൈഡിൽ സമയം വേണ്ടതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ റിലീസ് ചെയ്യാതിരുന്നത് പിന്നെ പരീക്ഷാക്കാലമായി. അപ്പോൾ ഒന്ന് വെക്കേഷൻ ടൈമിലേക്ക് പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ വെക്കേഷനിൽ പടം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ട്രെയിലറിൻ്റെ അതേ ഇമ്പാക്റ്റ് 2 മണിക്കൂറും സിനിമയിൽ ഉണ്ടാവില്ലല്ലോ. കുറച്ച് ഏറ്റക്കുറിച്ചുകളുണ്ടാവും. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഇത് വലിയൊരു തള്ളി മറിക്കാനൊന്നും ഞാനില്ല. കാരണം ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അവർക്ക് ഇഷ്ടപ്പെടണം. കാരണം നമ്മൾ ഒരു പടം ചെയ്യുമ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റൊക്കെ അതിനകത്ത് നഷ്ടപ്പെടും. നമ്മൾ കുറേ പ്രാവശ്യം അത് തന്നെ കണ്ട് നമുക്ക് തന്നെ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാകാത്തൊരു സാഹചര്യം വരും. പിന്നെ പുറമേ നിന്നുള്ള ആളുകൾ കണ്ടിട്ടാണ് അതിനകത്തൊരു കുറച്ച് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാൻ റെഡിയാകുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ടീസറിൽ ഈച്ചയുടെ ശബ്ദത്തിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു. അപ്പോൾ അത് ആ ചെറിയ ഈച്ചയ്ക്ക് ആ ഒരു വലിയ ശബ്ദം വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് അവരുടെ തന്നെ
ഫേസിന് ആ ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ട് ആൾക്കാർ പറഞ്ഞത് നമ്മൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കുന്നുണ്ട്, അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈച്ചയുടെ ശബ്ദത്തിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നുള്ളത് നോക്കുന്നുണ്ട്. ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ കണക്കിലെടുക്കണമല്ലോ. കാരണം അൾട്ടിമേറ്റ്ലി പ്രേക്ഷകന് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം തിയേറ്ററിൽ നിൽക്കില്ല. നമ്മളേറ്റവും ഹിറ്റാവുമെന്ന് വിചാരിച്ച പടങ്ങൾ ചിലപ്പോൾ തിയേറ്ററിൽ ഓടാറില്ല. നമ്മളധികം ഹിറ്റാവില്ല, നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വിചാരിച്ച പടങ്ങൾ ഓടാറുണ്ട്. പിന്നെ ഇതൊക്കെ ഇറക്കുന്ന ഒരു സമയമുണ്ട്, സമയം നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫിലിമിൽ ആക്ച്വലി 3 സോങ് ഉണ്ട്. 4ാമത്തെ സോങ് ആക്ച്വലി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കും അറിയില്ല. കാരണം ഞാനും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ഒരിക്കലും ഇൻവോൾവ് അല്ല. ഒന്നാമത് എനിക്കതിനെക്കുറിച്ച് പറയാനറിയില്ല. അപ്പം അത് ദിലീഷും ആഷിഖ് ഭായും എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ട് ഞാനും മുന്നോട്ടേക്ക് പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നായിക എന്ന് പറഞ്ഞൊരു കഥാപാത്രമില്ല, നായിക ഈച്ചയാണ്. പുതിയ പ്രോജക്ട്സ് ആസിഫിൻ്റെ കൂടെ ഒരു മൂവിയുണ്ട്, ഹൗഡിനി എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു ലെങ്തി ക്യാരക്ടറാണ്, ആസിഫിൻ്റെ കൂടെ ഉണ്ട്. കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നെ ധ്യാനിൻ്റെ കൂടെ ഒരു മൂവിയുണ്ട്, ധ്യാനിൻ്റെ വുഡ് ബി അമ്മായപ്പനെ പോലത്തെ ഒരു ക്യാരക്ടർ. പിന്നെ 2-3 ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ചിലത് ഇറങ്ങുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കുറേ കാലമായിട്ടിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ധീരം എന്ന് പറഞ്ഞൊരു മൂവി, ഇന്ദ്രജിത്ത് നായകനായ ഒരു മൂവി. എൻ്റെ ഫ്രണ്ട് ജിതിൻ സുരേഷാണ് ഡയറക്ടർ. അങ്ങനെ നമ്മളെ കണ്ണൂർക്കാരൻ ആണ് ജിതിൻ. ക്യാമറാമാൻ സൗഗന്ത് കണ്ണൂർക്കാരനാണ്. അപ്പം ഇവരൊക്കെ കൂടി ചെയ്തൊരു പടമാണ് ധീരം. അതിനകത്തൊരു ഒറ്റ സീനിലുള്ളൊരു വേഷം. പിന്നെ ആൾക്കാർ വിളിക്കുമ്പം ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് കിട്ടുന്ന വേഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പണ്ട് ചെയ്തൊരു മൂവിയുണ്ട്, തായ്നിലം എന്ന് പറഞ്ഞിട്ട്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത മൂവിയാണ്. അതിപ്പം ഏകദേശം റിലീസിന് റെഡി ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതിനൊരു ബയർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇത്രയും കാലം റിലീസ് ചെയ്യാറുന്നത്. അപ്പോൾ അതിനൊരു ബയർ വന്നു. അതും റിലീസാകുന്നത് വരെ റിലീസാകുമോ എന്ന് എനിക്കറിയില്ല. സിനിമയുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ആൾക്കാർ വരും, കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തീർന്നു അവിടെ. അവർ റിലീസ് ചെയ്താൽ അതും ഈ വെക്കേഷന് തമിഴ്നാട്ടിലിറങ്ങും. നമ്മൾ കേരളത്തിൽ ഇറക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം വളരെ ചെറിയൊരു മൂവിയാണ്. ബേസിക്കലി ഇപ്പം തായ്നിലം, ലൗലി, ഹൗഡിനി ഇതൊക്കെയാണുള്ളത്. അതിൻ്റെ അകത്ത് ലൗലിയാണ് ഏറ്റവും ആദ്യം വരാൻ പോകുന്നത്. അപ്പം ലൗലി നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചാൽ അടുത്ത മൂവിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മാത്യു തോമസ്, മനോജ് കെ ജയൻ, ഉണ്ണിയമ്മ, പ്രസാദ്, ബാബുരാജ് തുടങ്ങിയവരാണ് ലൗലിയിലെ അഭിനേതാക്കൾ. ദിലീഷ് കരുണാകരൻ ഡയറക്ടറും ആഷിഖ് അബു ക്യാമറയും വിഷ്ണു വിജയ് മ്യൂസിക്കും നിർവഹിച്ചു. കൃപേഷ് കൃഷ്ണൻകുട്ടിയാണ് ആർട്ട് ഡയറക്ടർ. ഫാന്റസി, കോമഡി, ഡ്രാമ വിഭാഗത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ലൗലി ഏപ്രിൽ 4 തിയേറ്ററിലേക്ക് എത്തും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഏപ്രിൽ 4 എത്തും. നമുക്ക് പറയാൻ പറ്റില്ല, ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പം 1-2 ആഴ്ച അങ്ങോട്ടേക്ക് മാറുമായിരിക്കാം. പക്ഷെ എന്നാലും ഏപ്രിൽ 4 ഇപ്പോൾ എത്തുന്നത്. ഒരു 3D പടമാണ്, ആനിമേറ്റഡ് മൂവിയാണ്, ആനിമേഷൻ ക്യാരക്ടറുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ മാത്രം മൂവിയാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഒരു 2 മണിക്കൂറിൽ താഴെ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് പോയി കാണണം. പടം നല്ല രീതിയിൽ സ്വീകരിക്കണം. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.